അദ്ധ്യായം 17. പരിച്ഛേദനം. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്. നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം. നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഇത്. നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽപ്പെടാത്ത വിലക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ, തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ഇസഹാക്ക്. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്. അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവനെ കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ ദൈവം അവനെ വിട്ടുപോയി. ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാഹം മകൻ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്ത് വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്തു. പരിച്ഛേദന സമയത്ത് അബ്രാഹത്തിന് 99 വയസ്സും ഇസ്മായേലിന് 13 വയസ്സും ഉണ്ടായിരുന്നു. അന്ന് തന്നെ അബ്രാഹവും മകൻ ഇസ്മായേലും പരിച്ഛേദനം ചെയ്യപ്പെട്ടു. അബ്രാഹത്തിൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു. അദ്ധ്യായം 18. ദൈവം സന്ദർശിക്കുന്നു. മാമ്രയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കലിരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റി താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനെ, അങ്ങെന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം.
നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവനത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുൻപിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യമുണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തതെന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. സോദോം ഗൊമോറ. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിനു നേരെ തിരിച്ചു. വഴിയിലെത്തുന്നത് വരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു. കർത്താവ് ആലോചിച്ചു, അബ്രാഹം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? അപ്പോൾ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാകുന്നതിനും വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറായ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രാഹം അപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ തന്നെ നിന്നു. അബ്രാഹം അവിടത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്നൊഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവൻ്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുൾ ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രാഹം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 50-ന് 5 കുറവാണെന്ന് വന്നാലോ? 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 45 പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 40 പേരെയുള്ളുവെങ്കിലോ? അവിടുന്ന് പ്രതിവചിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ. ഒരുപക്ഷെ 30 പേരെയുള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. 20 പേരെയുള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവേ, കോപിക്കരുതേ. ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. അദ്ധ്യായം 19. സോദോമിൻ്റെ പാപം. വൈകുന്നേരമായപ്പോൾ ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി
എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. അവർ അത് ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കതകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്, എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. മാറി നിൽക്കൂ. അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു. ലോത്ത് സോദോം വിടുന്നു. ആ 2 പേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്കാരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുൻപിലെത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക. കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങൾ നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്. താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്. മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനെ പറയരുതേ. ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ, ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ. അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാകട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി. സോദോം ഗൊമോറ നശിക്കുന്നു. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറായിലും അഗ്നിയും ഗന്ധവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുൻപിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമും ഗൊമോറായ്ക്കും താഴ്വര പ്രദേശങ്ങളിലേക്കും നേരെ നോക്കി. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. മൊവാബ്യർ, അമോന്യർ. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെ 2 പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു.
മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോട് ഒന്നിച്ച് ശയിക്കാം. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം. അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു. ഇന്നും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം. ഇന്ന് നീ പോയി അവനോടുകൂടെ ശയിക്കുക. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം. അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൻ അവനോടൊന്നിച്ച് ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിൻ്റെ 2 പുത്രന്മാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു. മോവാബ് എന്ന് അവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മോവാബിയരുടെ എല്ലാം പിതാവാണ് അവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു. ബെൻ അമ്മി എന്ന് അവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെ എല്ലാം പിതാവാണ് അവൻ. അധ്യായം 20. അബ്രാഹമും അബിമലേക്കും. അബ്രാഹം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു. അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു. തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണെന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. ഗരാറിലെ രാജാവായ അബിമേലെക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമേലെക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു. കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ്. അബിമേലെക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവൾ എൻ്റെ സഹോദരിയാണെന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടും കറയറ്റ കൈകളോടും കൂടെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അവൻ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ ജീവിക്കുകയും ചെയ്യും. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. അബിമേലെക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെയെല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അനന്തരം അബിമേലെക്ക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വച്ചത്? ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. അബിമേലെക്ക് അബ്രാഹത്തോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അബ്രാഹാം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. മാത്രമല്ല, വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ്, എൻ്റെ പിതാവിൻ്റെ മകൾ, പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല. അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു. പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്കിടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം. നാം ചെല്ലുന്നിടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം. അപ്പോൾ അബിമേലെക്ക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു. ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ എൻ്റെ രാജ്യം, നിനക്കിഷ്ടമുള്ളിടത്ത് പാർക്കാം. സാറായോട് അവൻ പറഞ്ഞു, നിൻ്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിൻ്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിൻ്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും. എല്ലാവരുടെ മുൻപിൽ നീ നിർദോഷിയാണ്. അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമേലെക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അബിമേലെക്കിൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു.